ഹായ് എല്ലാ കൂട്ടുകാർക്കും അക്കൂട്ടൻസ് ബ്ലോഗിലേക്ക് സ്വാഗതം. ഇത് നമ്മുടെ ഓമന പൂച്ചകളുടെ ഓരോരോ കുറുമ്പുകൾ കാണിക്കാൻ വേണ്ടി എടുത്ത വീഡിയോ ആണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. ശരിക്കും നമുക്ക് 10-13 പൂച്ചകളും ആയിട്ടുണ്ട്. ഞാൻ ആദ്യം തുടക്കത്തിൽ ഇവരെ കുറച്ച് പേരെയൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം വീണ്ടും അടുത്ത പ്രസവിച്ച് അങ്ങനെ കുട്ടികളായി കുറേ പേരുണ്ട്. പിന്നെ ഇടയ്ക്ക് ചിലത് ചത്തുപോകുന്നുണ്ട്. ഓരോരോ വയ്യാഴികളും അസുഖങ്ങളും ഒക്കെ വന്നിട്ട് 1-2 പേര് വെച്ചിട്ട് ചത്തുപോകുന്നുണ്ട്. അതാ ഇവിടെ ഒരാൾ അമ്മയുടെ അടുത്ത് കിടന്ന് കെഞ്ചിക്കൊണ്ടിരിക്കുകയാണ് പാല് കുടിക്കാൻ. അതാ നമ്മുടെ പട്ടി ടിപ്പു കിടന്ന് ഉറങ്ങണു. ഒരാൾ ബക്കറ്റിൻ്റെ മുകളിൽ കയറിയിരിക്കണു. കുഞ്ഞിപ്പെണ്ണാണെങ്കിൽ വിശന്നിട്ട് പാല് കുടിക്കാനായിട്ട് അമ്മേനെ ഓരോ രീതിയിൽ കൊഞ്ചിച്ചുകൊണ്ടിരിക്കണതാ. തക്കം കിട്ടി പാല് കുടിക്കുകയാണ്. അമ്മേനെ പോലെ തന്നെ ഇരിക്കുന്നത്. നമുക്ക് 2 കുഞ്ഞുണ്ടായിരുന്നു. അതിലൊന്ന് എന്തോ ഒരു വയ്യാഴി വന്ന് ചത്തുപോയി. അപ്പോൾ ഇവൾ മാത്രമേ ഉള്ളൂ, പെൺകുട്ടിയാണ്. പിന്നെ ഇതൊക്കെ അവളുടെ അമ്മയുടെ എന്താ പറയുക, അമ്മ 2ാമത് പ്രസവിച്ച കുട്ടികളാണ് ഈ കാണുന്നതൊക്കെ. ഇതിലെ എല്ലാവരും ഉണ്ട്. എല്ലാവരും എന്ന് പറയാൻ പറ്റില്ല, കുറച്ച് പേരുണ്ട്. ഈ ഇരിക്കുന്നതാണ് കുട്ടൂസൻ. കുറച്ച് പേരുണ്ട്. എല്ലാവർക്കും ഒന്നും പേരിടാൻ വയ്യ കേട്ടോ. കാരണം ഞാൻ പൂച്ചയ്ക്കും പട്ടിക്കും പേരിട്ട് മടുത്തു. ഓരോ തവണ ഓരോരുത്തരുണ്ടാകുമ്പോഴും ഓരോ പേര് സെലക്ട് ചെയ്ത് വയ്ക്കും. പക്ഷേ ഇപ്പോൾ പേര് വിളിച്ച് ഞാൻ മടുത്തു. പിന്നെ ഈ പേര് വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രശ്നം വന്നാൽ അവർ ചത്തുപോകും. പിന്നെ അത് കഴിയുമ്പോൾ നമുക്ക് അതും ബുദ്ധിമുട്ടും. എന്തായാലും കുറേ പേരുകൾ ഞാൻ ഇവർക്ക് വേണ്ടിയിട്ട് സെലക്ട് ചെയ്തു. കുറേ പേരുകൾ ഇടയ്ക്കിടയ്ക്ക് ഇട്ടും കൊടുത്തു. ഇപ്പം ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ കളറൊക്കെ വെച്ചിട്ട് ഞാൻ എന്തെങ്കിലുമൊക്കെ പേരിടും. ഗോൾഡി, പാല് കൊടുത്തുകൊണ്ടിരുന്ന പൂച്ചയ്ക്ക് ഞാൻ ഗോൾഡി എന്നൊക്കെയാണ് വിളിക്കുന്നത്. കാരണം പ്രത്യേകിച്ചൊരു പേരിനി ഇടാം. പിന്നെ അവർക്കും അറിയാം കേട്ടോ, പേര് ചൊല്ലി വിളിക്കുകയാണെങ്കിൽ അവർക്കൊന്നും കൂടെ അറിയാം. അവരെ വിളിക്കണ ഓടി വരും. പിന്നെ കുറേ പേര് ഇപ്പോൾ പുതിയതായിട്ടും കൂടെ വന്നതിന് ശേഷം എല്ലാവരും ഒന്നും ഞാനങ്ങനെ പേര് ചൊല്ലി വിളിക്കാറില്ല. പിന്നെ നമ്മുടെ അയൽവാസികളൊക്കെ ആണെങ്കിലും ഇതിനെ ഒരുപാട് എന്താ പറയുക, വീട്ടിലൊക്കെ ചെല്ലുമ്പോൾ ഉപദ്രവിക്കുകയൊക്കെ ചെയ്യും. അതുകൊണ്ട് അങ്ങനെയൊക്കെ ഇടയ്ക്ക് ഓരോ വയ്യാഴികളും പാടുകേടും ഒക്കെ ഇതിന് വരുന്നുണ്ട്. പിന്നെ മരുന്ന് മേടിച്ച് കൊടുക്കലും ഒക്കെ തന്നെയാണ്, പരിചരിക്കലും മുറിവും ഒക്കെ ആയിട്ട് വരും. ഇതുങ്ങൾ ഭയങ്കര പാടാണ് സത്യം പറഞ്ഞാൽ. ഇതിനെ വളർത്തണേനല്ല, ഇതിൻ്റെ ബാക്കി ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളുമാണ് നമ്മൾ പെട്ടുപോകണം. ഇതിനൊക്കെ മേടിക്കുന്ന മരുന്നിനാണ് ഭയങ്കര വില. ഓരോ മുറിവുകളും അസുഖങ്ങളൊക്കെ വരുമ്പോഴേ ഇടയ്ക്കിടയ്ക്ക് പനി വരും, മുറിവുകൾ, എന്താ പറയുക, കുറേ അസുഖങ്ങൾ വരും. എന്തായാലും ഞാൻ മരുന്നൊക്കെ അപ്പോൾ തന്നെ എല്ലാം മേടിച്ച് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ പെട്ടെന്ന് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമ്പോഴത്തേക്കും ഞാൻ ഓടിപ്പോയി മരുന്ന് വാങ്ങിച്ചും കൊണ്ടു കൊടുക്കുക. അതുകൊണ്ടായിരിക്കും കേട്ടോ. കാരണം ഇത്രയും പേരിൻ്റെ കൂടെയുള്ള ഒരുപാട് പേര് പറയാറുണ്ട് പൂച്ചനെ വളർത്തിയിട്ടെല്ലാം ഒന്നും കിട്ടാറില്ല, ചത്തുപോകണു, പനി വരുന്നു, അങ്ങനെ ഇങ്ങനെയാണ്. പക്ഷേ ഞാനിവരെ എന്തെങ്കിലും വരുമ്പോൾ അപ്പോഴും തന്നെ ഡോക്ടറിനെ വിളിക്കുക. ഒരു ഡോക്ടറുണ്ട് നമ്മുടെ ഈ പൂച്ചേൻ്റെ പട്ടീൻ്റെയൊക്കെ കാര്യം പറയാനായിട്ട്, കോഴീൻ്റെയൊക്കെ കാര്യം പറയാനായിട്ട് എനിക്കൊരു മൃഗ ഡോക്ടറുണ്ട്. പുള്ളീനെ ഞാൻ പേഴ്സണലായിട്ട് വിളിക്കും. പുള്ളിയാണ് എൻ്റെ എന്താ പറയണ്ടേ ഇവരുടെ എല്ലാം ഡോക്ടർ. കാരണം എന്ത് ആവശ്യമുണ്ടെങ്കിലും രാത്രിയായാലും പകലായാലും സാറിനെ വിളിച്ച് കഴിഞ്ഞാൽ സാർ എനിക്ക് മരുന്നൊക്കെ പറഞ്ഞു തരും. ഇന്നിപ്പോൾ ജീവനോടെ ഉണ്ടെങ്കിൽ തന്നെ ആ ഡോക്ടറാണ് കാരണക്കാരൻ. കാരണം ഇതിൻ്റെ ഈ തള്ളപ്പൂച്ചയ്ക്ക് കൊറോണ പോലെ ഇങ്ങനെ തൊണ്ടയൊക്കെ സൗണ്ട് എടുക്കാൻ പറ്റാതെ കൊറോണ പോലെ തന്നെ നമുക്ക് പറയട്ടോ, പനി വന്നു, കരയാനൊന്നും പറ്റില്ലായിരുന്നു. അപ്പോൾ ഡോക്ടറിനോട് ചോദിച്ചപ്പോൾ ഡോക്ടർ എനിക്ക് മരുന്ന് പറഞ്ഞു തന്നു. അതൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോഴാണ് അവൾ രക്ഷപ്പെട്ട് പിന്നെ കുറച്ചും കൂടെ ഒക്കെ വലുതായി കഴിഞ്ഞപ്പോഴാണ് ഈ കുട്ടികളൊക്കെ ഉണ്ടാവുന്നത്. അപ്പം ശരിക്കും പറഞ്ഞാൽ ആ ഡോക്ടറാണ് ഇവരുടെ എല്ലാം. എന്ത് സംശയത്തിനും എന്ത് ഇതിനും ഞാൻ ഏത് നിമിഷവും പുള്ളിനെ വിളിച്ച് കഴിഞ്ഞാൽ എനിക്ക് പറഞ്ഞു തരും. ഡോക്ടർ ഉള്ളതുകൊണ്ട് തന്നെ ഇവർ സേഫ്റ്റി ആണെന്ന് തന്നെ പറയാം. ഇവരുടെ ഓരോ കുറുമ്പുകൾ വൈകുന്നേരം ചെല്ലുമ്പോൾ കാണാം.